നിനക്ക് കാലും വഴി പോ പഠിച്ചാൽ കിട്ടുമോ? വഴി മാറിപ്പോയി. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ കൊടൈക്കനാലെത്തി. ഞങ്ങൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി ആണ്. ഞാൻ പ്രോപ്പർട്ടീൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പ്രോപ്പർട്ടി ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് ഇനി മനവന്നൂർ പോവാണ്. നമ്മൾ അവിടെ ഒരു ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട്. ബാക്കി വിശേഷങ്ങൾ വഴി പറയാം കേട്ടോ. എൽബി, നീ ഹാപ്പി അല്ലേ? ബിബി ഹാപ്പി അല്ലേ? പച്ചക്കുതിര ഹാപ്പി അല്ലേ? പോവല്ലേ എന്നാല്? ഓക്കെടാ, പോവാ. ഞാൻ ഹാപ്പിയാണ് ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങാം. എനിക്ക് പെട്രോൾ അടിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ നേരെ മനവന്നൂർ പോവാം. ഇപ്പോൾ ക്യാമറ ആംഗിളൊക്കെ നമ്മളിപ്പോൾ ഓവർ ലേറ്റ് ആവേണ്ട ഇറങ്ങിട്ടോ. കാരണം നമുക്ക് ഇവിടെ നിന്ന് മനവന്നൂരിലേക്ക് തന്നെ 40-45 കിലോമീറ്റർ റൈഡുണ്ട്. അപ്പോൾ നമുക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം പോകാൻ. നമ്മൾ താമസിക്കുന്ന ഈ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താമസിച്ച പ്രോപ്പർട്ടി നമുക്ക്, അതായത് കൊടൈക്കനാൽ മെയിൻ സെൻട്രൽ ടൗൺ എത്തുന്നതിനൊരു 2 കിലോമീറ്റർ മുമ്പാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ടൗണിലേക്ക് എൻ്റർ ചെയ്യാനായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുറച്ച് പരിപാടികളുണ്ട്. നമ്മളിപ്പോൾ ആക്ച്വലി പെട്രോൾ അടിക്കാൻ മറന്നുപോയി. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി. ഇപ്പോൾ തിരിച്ച് ടൗണിൽ വന്ന് പെട്രോൾ അടിച്ചിട്ട് പിന്നെയും പോകാട്ടോ. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കൊടൈക്കനാൽ ലേക്ക്. ആ ലേക്കിൻ്റെ ചുറ്റും തന്നെ ഓൾമോസ്റ്റ് 6-6.5 കിലോമീറ്റർ റോഡുണ്ട്. അപ്പോൾ ആ ലേക്കിൻ്റെ വലിപ്പം എന്തുമാത്രം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കൊടൈക്കനാൽ മെയിൻ സെൻറ്റർ. നമുക്കിനി ഇവിടുന്ന് 44 കിലോമീറ്റർ എന്തോ ആണ്. അതായത് നമ്മളിപ്പോൾ പോകുന്നത് മനവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതായത് ആ റൂട്ടിലാണ് നമുക്ക് നമ്മുടെ ഗുണ കേവും കാര്യങ്ങളും എല്ലാം വരുന്നത്. നമ്മുടെ പ്ലേസിലൂടെ ഫേമസ് ആയ ഗുണ കേവ് ഹോട്ടലാണ് കേട്ടോ. പക്ഷേ നല്ല റൂട്ടാണ്, തീരെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് റൈഡ് ചെയ്ത് പോകാൻ നല്ല രസം കേട്ടോ. കാരണം നിങ്ങൾ കൊടൈക്കനാൽ വരികയാണെങ്കിൽ ഇപ്പോൾ ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് ടൈമാണെന്ന് പറയാം. കാരണം മഴയൊന്നുമില്ല, തീരെ തിരക്കില്ല. മറ്റേത് ഹെയർ പിന്നിലും കാര്യങ്ങളും വരുന്ന ചുരത്തിലൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഏറ്റവും പീസ്ഫുള്ളായിട്ട് നമുക്ക് കൊടൈക്കനാൽ വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ടൈമാട്ടോ അത്. ആൻഡ് പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൽ സെപ്റ്റംബർ വരെ ഇപ്പോൾ കൊടൈക്കനാൽ വരണമെങ്കിൽ നമുക്ക് ഇ പാസ് നിർബന്ധമാണ്. നമുക്ക് ഓൺലൈനിൽ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കാണ്ടാണ് വരുന്നതിലും കുഴപ്പമില്ല. നമുക്ക് ബോർഡറിൽ നിന്ന് അവരത് ഇ പാസ് എടുക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തു തരും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊടൈക്കനാലിലെ ഏറ്റവും ബെസ്റ്റ് റൂട്ടാട്ടോ. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള പൂണ്ടി, കൂക്കാൽ അങ്ങനെയുള്ള വില്ലേജുകളൊക്കെ ഈ റൂട്ടിലാണ്. ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ട്, അപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ നോർമലി ഈ റൂട്ടിൽ KSRTC ഒക്കെ വരുമ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തുന്ന ഒരു ഹോട്ടലുണ്ട്. ഞാൻ പണ്ട് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. കാരണം ഇന്നലെ രാത്രി കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര രസം കേട്ടോ റോട്ടിൽ കൂടെ ബൈക്ക് ഓടിച്ചിങ്ങനെ പോകാനായിട്ട്. കാരണം ഫുള്ള് നേച്ചർ, 2 സൈഡിലും പൈൻ മരങ്ങൾ, നല്ല പച്ചപ്പ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഭയങ്കര അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള കേവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈക്ക് ഓടിക്കുകയാണെങ്കിലും വളരെ കെയർഫുള്ളായിട്ട് ഓടിക്കണം. കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് ചിലപ്പോൾ ഒരു വെല്ലോ ബ്രേക്കും ഉണ്ടാവില്ല, അടിച്ചു വിട്ട് വരുന്ന വണ്ടികളായിരിക്കും. കാരണം കുറച്ച് നമ്മൾ സേഫായിട്ട് വേണം കേട്ടോ വണ്ടി ഓടിക്കാൻ. കാരണം നമ്മളാ കാഴ്ചകൾ കാണുന്നതിൻ്റെ കൂടെ നമ്മളെ റൈഡിങ്ങിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് സേഫായിട്ട് പോയി വരാൻ പറ്റുള്ളൂ. നല്ല കാഴ്ചകളാട്ടോ. ഓരോ വളവുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും പല പല കാഴ്ചകളാണ്. മനസ്സിന് ഭയങ്കര കുളിർമ കിട്ടുന്ന കാഴ്ചകളാട്ടോ മുന്നിലുള്ളത്. ആക്ച്വലി ഈ റൂട്ടിൽ വരുന്ന ഫസ്റ്റ് വില്ലേജാണ് മനവന്നൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കവിഞ്ചി കഴിഞ്ഞാൽ പൂണ്ടി കഴിഞ്ഞാൽ ക്ലാവരയിൽ നിന്നാണ് നമുക്ക്, അതായത് വട്ടവടയൊക്കെ പണ്ട് കാലത്താണ് പോകാൻ പറ്റുന്നത്. അതായത് ക്ലാവരയിൽ നിന്ന് വട്ടവടയ്ക്ക് റോഡുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 10-13 കിലോമീറ്റർ എന്തോ ഉള്ളൂ, കറക്റ്റ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. പക്ഷേ ആ റോഡ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇവിടുത്തെ ലോക്കൽസിന് ഗുഡ്സും കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുമെന്ന് പറയുന്നത് നമുക്കറിയില്ല. പക്ഷേ ആ റോഡ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു നമുക്ക് പോവുകയാണെങ്കിലൊക്കെ. കാരണം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് മൂന്നാർ എത്താൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറല്ലേ. പക്ഷേ ആ റോഡ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഈ ഒരു റോഡൊക്കെ നോക്കി നല്ല രസമല്ലേ കാണാനായിട്ട്, ഫോട്ടോ എടുക്കാനൊക്കെ. കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം അടിപൊളി പൈൻ ട്രീസാണ്. അത്യാവശ്യം നല്ല പഴക്കമുള്ള മരങ്ങളാട്ടോ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളും ഉണ്ട്. പല സൈഡിലും നമ്മൾ കാണുന്നുണ്ട് മരങ്ങൾ വീണ് കിടക്കുന്നൊക്കെ.
അപ്പോൾ നമ്മൾ അതും കൂടി കെയർ ചെയ്യണം. കാരണം ഒന്നാമത് നമ്മൾ പോകുന്ന ബൈക്കിനാണ്. നമ്മൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടിയും ഒരു കാട്ടിൻ്റെ ഉള്ളിലാട്ടോ. ഞങ്ങൾ ഇതുവരെ താമസിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ആ പ്രോപ്പർട്ടി എങ്ങനെ ഉണ്ടാവുന്നു. 1-2 ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങോട്ട് ബൈക്ക് എത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. 2 കിലോമീറ്റർ നടക്കണം, അല്ലെങ്കിൽ ബൈക്കിൽ വരികയാണെങ്കിൽ ഹെവി റിസ്ക് എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയില്ല, അവിടെ എത്തിയിട്ട് വേണം നമുക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കണം. കാരണം എല്ലാവരും നല്ല വിഷമമുണ്ട്. കനോണൊക്കെ ആണെങ്കിൽ അവൻ വായ തുറന്ന ഫുഡ് മാത്രമേ പറയൂ. പാവമാണ്. അപ്പോൾ ഫുഡ് കഴിക്കണം. ഫസ്റ്റ് പരിപാടി അത്യാവശ്യം നമുക്കൊരു റൈഡ് ചെയ്യുമ്പോൾ രസമുള്ളൊരു തണുപ്പുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലൊരു തണുപ്പോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡാണ്. ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ നമുക്ക് മടുക്കത്തില്ല. അത്രയും ഭംഗിയാണ് ഈ റോഡിലൂടെ ബൈക്ക് ഓടിച്ച് പോകാനായിട്ട്. ഈ ഭാഗത്തൊക്കെ ഓൾമോസ്റ്റ് ഉള്ള ഹോം സ്റ്റേസ് റിസോർട്ട്സൊക്കെ നമ്മൾ മലയാളികളുടെ കേട്ടോ. ഓൾമോസ്റ്റ് ഞാനിതുവരെ പോയിട്ടുള്ളതും കണ്ടിട്ടുള്ളതൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ പൂണ്ടി വില്ലേജിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഹോം സ്റ്റേ നടത്തുന്നതൊക്കെ മലയാളീസാണ്. ഇപ്പോൾ ഫാമിലീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പണ്ട് കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ ടൗണിലേക്ക് അങ്ങനെ പൈൻ ട്രീസ് അതൊക്കെ കണ്ടു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത് ഈ ഔട്ടർ സൈഡിലുള്ള വില്ലേജസ് ആട്ടോ. കാരണം കൊടൈക്കനാലിൻ്റെ ശരിക്കുള്ള മനോഹാരിത ഭംഗി എന്താണെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ വില്ലേജുകൾ വിസിറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും ഭംഗി. അവരുടെ കൃഷിയിടങ്ങളും അവരുടെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ ചെറിയ ചായക്കടകളും ഭയങ്കര വൈബ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും കൊടൈക്കനാലിൽ പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ലേക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകരുത്. നിങ്ങൾ ജസ്റ്റ് ഒരു ഡ്രൈവ് വരിക ഈ റോഡിൽ, എന്നിട്ട് ക്ലാവര വില്ലേജ് വരെ ജസ്റ്റ് ഒരു ഡ്രൈവ് മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാൽ വന്നത് നിങ്ങൾക്ക് ബോധമായിരിക്കും. അത്രയും മനോഹരമായ വില്ലേജുകളാണ്. ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം കേട്ടോ. നോക്ക് പിന്നെ ഭംഗി കാണാനായിട്ട് ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല കാണാൻ. നമ്മളിപ്പോൾ ഓണത്തെ പേര് സ്ഥലത്ത് നിർത്തിയത് കേട്ടോ. ഒരു കിടിലൻ വ്യൂ പോയിന്റ്, ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു കേട്ടോ. ഭയങ്കര സീനിക് വ്യൂ ആണ്. ഇത് കണ്ടോ എന്ത് രസം. നോക്ക് കിടിലാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. അവിടെ നമ്മുടെ പളനീൻ്റെ സ്ട്രെയിറ്റ് റോഡൊക്കെ ഉണ്ടോ അല്ലേ? ആ പീസ് തന്നെ ആയിരിക്കും അത്. പള്ളി ആയിരിക്കും. ഒരു രക്ഷയില്ല. എന്ത് രസം കാണാനായിട്ട്. കിടില കിരണൊന്ന് ലുക്കിലാണല്ലോ മകനെ. എടാ ചായ ഇവിടെ തൊണ്ട പറ്റി കണ്ടോ. ഫുള്ള് യൂക്കാലിപ്സിൻ്റെ കാട് ഇങ്ങനെ കോടിറങ്ങി വരുന്നത്. എന്ത് ഭംഗിയാണായിട്ട്. കിടിലല്ലേ, അടിപൊളിയല്ലേ. ഉണ്ടോ ഇവിടെ നിന്നൊരു ചായ കുടിച്ച് പിമോ ഹാപ്പി അല്ലേ? ആണോ? 4 ടീ. ഇത്ര ഭയങ്കര ചായക്കട ഞാൻ നടത്തിയേനെ. ഇത്ര നല്ല സ്ഥലത്ത് ചായക്കട ഞാൻ നടത്തിയേനെന്ന് പറയാം. എന്തൊരു സ്ഥലമാണ്. നല്ല വെതറാ ഭാഗ്യത്തിന്. നമുക്ക് ഈ സാധനം പോണതിന് മുമ്പ് പോരാ. ഈ സാധനം ഏത്? ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ളതാ. ഇതൊന്നും പറയാൻ പോവില്ല. ഞാൻ ഈ സാധനം പോണതിന് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാരി കയറണോ? നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മനവന്നൂർ എത്താനായിട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം ആർത്തി മൂത്ത് കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ദോശയാട്ടോ കഴിച്ചത്. ദോശ ഓംലെറ്റും. ഒരു ദോശയ്ക്ക് 71 രൂപയായിരുന്നു ചാർജ്. ഓംലെറ്റിന് 20 രൂപ. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഓംലെറ്റ് വെച്ച് കഴിച്ചാൽ അതിനെക്കാട്ട് നല്ലതായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം മനവന്നൂർ എത്താനായേ. നമ്മൾ മനവന്നൂർ എത്തി. അവിടെ നിന്ന് റൈറ്റ് എടുത്തു. ഇനി നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പോകണം. ഈ റോഡ് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. നമുക്ക് ഇവിടെ റേഞ്ച് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ വഴി ചോദിച്ചിട്ട് വേണം, കറക്റ്റ് വഴി ചോദിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. കൊമ്പൂർ നമ്മളിപ്പോൾ പോകുന്ന കൊമ്പൂർ എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ്.
അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ബൈക്ക് പോകും, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകേണ്ടി വരും, ഒന്നും അറിയത്തില്ല. ഇരിക്കാൻ തന്നെ വയ്യ എനിക്ക്. ഒരു ഫോട്ടോ എടുത്താൽ കിടിലായിരിക്കും. എല്ലാ വണ്ടിയിലും കിട്ടുന്ന മാതിരി. പക്ഷെ എൻ്റെ മോനെ ഏതാ സ്ഥലം? എന്താ എനിക്കോ എന്തൊരു രസമല്ലേ. ഇറങ്ങണില്ല ഫോർ ചേഞ്ച്. മോനെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ സ്ഥലം നോക്ക്. നമ്മുടെ ബിബി മോൻ ഇരിക്കണുണ്ടോ? ബിബി മോൻ ഹാപ്പിയാണോ? മോൻ ഹാപ്പിയാണോ? ഈ സ്ഥലം നോക്ക്. കണ്ണെത്താ ദൂരം വരെ കൃഷികൾ മാത്രം. അവിടെ ഞങ്ങൾ മൊത്തം വ്യൂ കാണിച്ചു തരാം. എന്തൊരു സ്ഥലേ. ഏന സ്ഥലമല്ലേ? ഞാൻ തള്ളിയിടുന്നില്ല, നീ എന്നെ ചാടിച്ചെത്തോ. ഈ വഴിയാണ് വണ്ടി ഇറക്കേണ്ടത്. എൻ്റെ ഒരു അല്ല എൻ്റെ ഒരു അഭിനയ പാഠം കൊണ്ട് എനിക്ക് ഈ ഹിമാലയൻ ഈ വഴി കൂടെ ഇറക്കാൻ പറ്റൂല. അപ്പോൾ നമ്മുടെ മുത്തുമണി ഇറക്കും. എടാ ഹെൽമെറ്റ് ആണോ? പോന്നോളൂ പോന്നോളൂല്ലേ? ഗൈസ് ഞങ്ങൾ ഒരു പ്രാവശ്യം അടുത്തെന്തെങ്കിലും വീണ്. കാരണം എനിക്ക് ഹൈറ്റ് കുറവാണ്ട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കഴിഞ്ഞാൽ കാല് കുത്താൻ പറ്റില്ല. എടാ എൽബി, ഇത് ഞാൻ പറയട്ടെ. അപ്പോൾ അവിടെ നിന്ന് വന്നു വെച്ചോ, ഇതിൽ എവിടെയാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകും. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണത് സേഫായിട്ടാണ് വീണത്. ഇത് പിടിച്ചിട്ടാകുമ്പോൾ വീട്ടെടുത്ത് നിനക്ക് കാല് വഴി പോ. മോനെ അവൻ തന്നെ ഇറക്കണം. അവന്റെ ഹൈറ്റ് വലിയ അഡ്വാൻറ്റേജാ. അവൻ തന്നെ ഇറക്കണുണ്ടോ? അവനാ ഫ്ലോയ്ക്ക് അങ്ങ് പോവാ. എടാ ഞാനിപ്പോ അവിടെ നടക്കിന്ന് വെച്ചോ, ഇവിടെ പിടിക്കാൻ പറ്റില്ല. നോക്ക്, ഇവിടെ പിടിച്ചാ തന്നെ പോന്നു. പക്ഷെ എന്റെ മോനെ എന്ത് റോഡാലേ. മുമ്പി ഞങ്ങൾ വന്ന വഴിയുണ്ടല്ലോ, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. ഇത് നോക്ക്. അപ്പം ഒന്നാമത് എനിക്ക് ഹിമാലയൻ നമുക്ക് നോർമൽ ഹൈറ്റ് കുറവായതുകൊണ്ട് ഇതല്ലല്ലോ അവരുടെ പ്രോപ്പർട്ടി. എൻ്റെ മോനിത് എന്ത് റോഡാണത്? വേഗം ഉണ്ടോ? ഇതെങ്ങനെ വെക്കാനാടാ? ഹെൽമെറ്റ് വേണോ? ഇതിന് കാണുമ്പോൾ പേടിയാണില്ല. എനിക്ക് നടന്നു പോകുന്നൊരു പേടിയാണ് കാണുമ്പോൾ. വാ നോക്കണേ. ഓ എൻ്റെ അളിയാ. പോയാ നോക്കണേ.
എൻ്റെ കായ് ഇനിയും റോഡാട്ടോ. എവിടെയാണോ വന്നേക്കണെന്ന്? ഏയ് എൻ്റെ മോനെ എന്തോടാ ഇത് കേട്ടി തന്നെ ഏട്ടനല്ല തിരിച്ച് താഴത്തേക്ക് ഞാൻ പിന്നെ ഈ വണ്ടി എടുക്കാൻ ഇറങ്ങണേ. ബട്ട് യു ആർ ഗ്രേറ്റ് മാൻ. നിനക്ക് ഈ വണ്ടി കയ്യിലായതുകൊണ്ടും ഇതിൻ്റെ ഹൈറ്റൊക്കെ ഒരു അഡ്വാൻറ്റേജാ അല്ലേ? കാലപ്പുറത്ത് മാറ്റി മാറ്റി കുത്താനൊക്കെ. അവിടുത്തെ കഴിഞ്ഞില്ലേ? ആദ്യത്തെ കഴിഞ്ഞിട്ട് ഈ രണ്ടാമത് ഇറക്കം കണ്ടപ്പോഴേ ഞാൻ മറ്റേ വഴിയിലേക്ക് കയറ്റിട്ട് നോക്കിയും കൂടിയില്ല. സംഗീനോട് സംഗി എങ്ങനെയുണ്ട്? സീനാവും. അപ്പൊ അടിപൊളി. കയറ്റാൻ നീ കഷ്ടപ്പെടണ്ടാവൂല. ഇറക്കുമ്പോ എന്താ അറിയോ, തെന്നുണ്ടോ നോക്കി വണ്ടി എന്നാലും കേറുമല്ലോ. പക്ഷെ എന്നാലും എടാ ഹൈറ്റ് ഭയങ്കര അഡ്വാൻറ്റേജാടാ. എനിക്കിങ്ങനെ മാറ്റി മാറ്റി കാല് കുത്താൻ പറ്റില്ല. അപ്പോൾ ഒരു സൈഡിൽ ആഴം കൂടിപ്പോയി കഴിഞ്ഞാൽ വണ്ടീൻ്റെ വെയിറ്റ് നിൽക്കൂല. എൻ്റെ മോനെ അല്ല അതെനിക്കറിയില്ല ആണോന്ന്. എൻ്റെ തങ്ങി വിളിച്ചു നോക്കടാ അവനെ വിളിച്ചു നോക്കി. വീടൊക്കെ കാണുന്നുണ്ട്. അവനെ വിളിച്ചു നോക്കടാ. പെട്ടിക്കണോ എൻ്റെ പൊന്നെ. ഇവിടെ കറണ്ട് ഉണ്ടോ? റേഞ്ച് ഉണ്ടോ? ഇലക്ട്രിക് കമ്പി പോയിട്ട് ഒരു ഒറ്റ കട്ട റേഞ്ച്. എടാ എന്നെ വണ്ടി ഇവിടെ മനുഷ്യന് വണ്ടി കയറി ഇറങ്ങാൻ പറ്റുന്നില്ല. അതിനാണ് ഇങ്ങനത്തെ അമ്മ ഇത് എനിക്ക് നടന്നിറങ്ങുമ്പോൾ തന്നെ പേടിയാവാൻ മതി. നീ പോണോ ആ വണ്ടി എടുക്കാൻ? ആ പിന്നെ ഉറപ്പല്ലേ? ആര് അവൻ മോളൊക്കെണ്ട്. ആ അല്ല അത് പറയാനാ വരണേ. വണ്ടി ആ താഴെ എടുത്ത് കയറില്ല. ആ ഈ ഹൈറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. സുഖമുണ്ട്. എന്ത് അല്ല ചങ്ങി ഞാനൊരു 6:30 എണീക്കും. കുളിച്ചിട്ട് ഞാൻ ഇറങ്ങും. എന്താ അറിയോ, അരമണിക്കൂർ നടന്നിരുന്ന് കിടന്ന്. എവിടെ? പക്ഷെ ഇത് എക്സ്ട്രീം ആട്ടോ. എടാ ഞാൻ പറയട്ടെ, ഈ വണ്ടിയും കൂടി അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതൊന്നും തിരിച്ചു ഒരു വണ്ടിയും കയറില്ല. ജീപ്പുണ്ട് 1500 അത്രേ ഉള്ളൂ ലാഭ. അപ്പ് ആൻഡ് ഡൗണാ? വൺ സൈഡ് എന്നാലും ലാഭം ഞാൻ പറയുള്ളൂ. എൻ്റെ ആളിയാ പെട്ട്. റോഡുണ്ടല്ലോ 2 വണ്ടിയും കെനോൺ തന്നെ ഓടിച്ചിറക്കണം. അത് നമുക്ക് ആർക്കും നമ്മൾ ഹിമാലയം ഓടിച്ച ശീലമല്ല. അങ്ങനത്തെ വഴിയാ സീൻ വഴി. എൻ്റെ പക്ഷെ എൻ്റെ ആളിയാ സീൻ. എന്നാ വലിക്കാം. വലിച്ചാ കിട്ടോ? ഓ അങ്ങോട്ട് മതിയോ? പക്ഷെ എൻ്റെ ആളിയാ എന്തോ എടാ എനിക്ക് പറഞ്ഞാൽ ഇവന് ഇതുവരെ ജസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ആദ്യത്തെ ദിവസം നമ്മളായിരിക്കും. എൻ്റെ കായ് ചത്ത് സ്ഥലത്ത് നമ്മള് എടാ ഇത് തിരിച്ചു കയറുമ്പോ ചളിയാ.
ഹലോ, എൻ്റെ അടുത്താ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ വെള്ളം നിനക്ക് നാളെ ഞാൻ നീ പറയുന്നത് മേടിച്ചു തരും. അത് കിട്ടോ? എടാ നോക്കണടാ, നീ നിന്റെ ശരീരം നോക്കിയാൽ മതി. സംഗി എടുത്ത് മാറിയുന്നോ സംഗി? ഇത് നമ്മൾ എപ്പോഴാണ് രാവിലെ എത്തുക? ഗൈസ്, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ഈ പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്തില്ല കേട്ടോ. അവിടെ കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ സ്റ്റേ ചെയ്യുന്ന സേഫും അല്ല. അപ്പം ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന പോലെ തിരിച്ച് പോകുന്ന തിരിച്ച് ടൗണിലെത്തുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്കത് പോസിബിളാക്കിയേ പറ്റും. തിരിച്ച് പോകേണ്ടത്. ഈ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ എവിടെ സ്റ്റേ ചെയ്തതെന്നുള്ളത് അടുത്ത വീഡിയോ